കേരളത്തിലെ മാധ്യമങ്ങൾ വിവാദമാക്കാത്ത, വലിയ ചർച്ചയാക്കാത്ത PSC പരീക്ഷ റദ്ദാക്കലിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം നാട്ടുകാർ കേൾക്കണം. മാധ്യമങ്ങൾ എത്ര പൊതിഞ്ഞു പിടിച്ചാലും ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ ആലപ്പുഴയിലെ മറ്റൊരു എക്സാം സെന്ററിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി നൽകി അത് ലീക്കായതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന നിൽപ്പിൽ പരീക്ഷ മാറ്റിവെച്ചത്. എന്തൊരു കെടുകാര്യസ്ഥത, എന്തൊരു ഗുരുതരമായ വീഴ്ചയായിരുന്നു. അത് അന്തിച്ചർച്ചയാക്കേണ്ട വിഷയമായിരുന്നില്ലേ? ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സകല സംവിധാനവും താളം തെറ്റുന്നതിന്റെ തെളിവായിട്ടാണ് PSC പരീക്ഷ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറേ കാലമായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഒടുവിൽ ഹാൾ ടിക്കറ്റും പേറി ദൂരസ്ഥലങ്ങളിൽ പരീക്ഷ എഴുതാൻ എത്തി ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം പരീക്ഷ മാറ്റിവെച്ചു എന്ന രീതിയിൽ നിരുത്തരവാദപരമായിട്ട് അവരെ വഴിയാധാരമാക്കി ഇറക്കിവിട്ടതും അതിന്റെ പ്രതികരണങ്ങൾ കാണും. PSC എക്സാം എഴുതാൻ വന്നവരാ നട്ടുച്ചയ്ക്ക് നട്ടപ്പറ വെയിലത്ത് ഹരിപ്പാട് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്തോട്ട് വീണേനെ വലിയ കാര്യത്തെ കാശും മുടക്കി എന്തിനു വന്നതാ? PSC എക്സാം എഴുതാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം പറയുന്നു PSC എക്സാം ക്യാൻസൽ ചെയ്തെന്ന്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി, വർഷങ്ങളായിട്ട് കാണാത്ത ചിലരെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റി. പിന്നെ ദിവളെ നല്ല ബോധമുള്ള ആൾക്കാരാണേ. രാവിലെ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഉച്ചക്കത്തേക്ക് മാറ്റിവെച്ചു. ഉച്ചയ്ക്ക് നടക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ ഓൾറെഡി പൊട്ടിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ എക്സാം എഴുതിയ ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അവരെന്തോരം പ്രതീക്ഷയോടെ ആയിരിക്കും അത് എഴുതിയത്. ഇവിടെ വന്നിരുന്ന് നമ്മൾ ക്ലാസ്സിലോട്ട് കയറാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ട് അനൗൺസ്മെന്റ്. ചില സാങ്കേതിക കാരണങ്ങളാൽ PSCയുടെ എക്സാം മാറ്റിവെച്ചു, അടുത്ത ആഴ്ചത്തേക്ക്. നമുക്ക് വലുതല്ല, പരിചയപ്പെടാൻ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും. അതല്ല, ഞാനവിടെ നിന്നപ്പോൾ ചേച്ചി എന്നെ ഇപ്പോൾ ചേച്ചി ഇപ്പം വിളിച്ചിട്ട് തിരക്കില്ലയോ, മോളെ ഇറങ്ങുന്നില്ലയോന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എവിടെ ഇറങ്ങുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ കയറാൻ പോവാ. അന്ന് നല്ല മോളെ എക്സാം ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഒരു ദിവസത്തെ നഷ്ടം. നമുക്ക് വലിയ കുഴപ്പം വരുന്നില്ല. ദൂരെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എന്തോരം പ്രശ്നമെന്നറിയാവോ? ഇത്രയ്ക്ക് ബോധമില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊണ്ട് കൊടുക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെയും പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടേത് രാവിലെ കൊടുത്തു. രാവിലത്തത് നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയും ചെയ്തു. ഏതോ സ്കൂളിൽ എന്തോ മാറ്റി കൊടുത്ത് അങ്ങനെ. എന്തായാലും ഇവിടം വരെ വന്ന് കയറാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ക്യാൻസലായെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. ഇനി അടുത്ത പുതുക്കിയ ഡേറ്റ് ഒക്കെ വരണം. വീണ്ടും ഇനി ഒരു ദിവസം കൂടെ നഷ്ടം. ജയിക്കൂല പിന്നെ പഠിച്ചു നീ ആദ്യമായിട്ടാണ് പഠിച്ചും കൊണ്ടൊരു എക്സാമിൽ ഞാൻ വന്നത്. PSC എക്സാം ഇവിടെ വന്നപ്പോഴത്തേന് എക്സാം മാറ്റി വെച്ചു. സാങ്കേതിക കാരണങ്ങൾ വിധിയില്ല. നമുക്ക് അവിടെ ഒരു വിധിയില്ലല്ലോ. അവിടെ എന്തൊരു ഇറണവിടെ ചുമ്മാ എന്നെ വിളിച്ചുകൊണ്ട് എക്സാം ആണെന്നും പറഞ്ഞു വന്നിട്ട് 4 വരെ കണ്ടില്ലേ? എക്സാമും ഇല്ല, ഒന്നുമില്ല. കണ്ടല്ലോ, കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ കാട്ടി, അത് ചർച്ചയാക്കി. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രത്യേക ചിത്രമെടുക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്ന മനോരമക്കാർ പോലും കാണാത്തതാണ് ഈ ഗുരുതരമായ വീഴ്ച. അത് കാണാൻ പറ്റില്ലല്ലോ, അതിന് കണ്ണുണ്ടാകത്തില്ലല്ലോ. കാര്യം വാർത്ത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവാണ്. ചിലർക്ക് വേണ്ടി ചെയ്യുന്ന കൂലിത്തൊഴിലാണ് ആ പണിയെന്ന് പിന്നെയും തെളിയിക്കുന്നതാണ് PSC പരീക്ഷയിൽ വന്ന ഈ വീഴ്ച. ആ വീഴ്ചയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ ഒരു വാർത്ത കൊടുത്ത് അങ്ങ് കടന്നുപോയ രീതി കാണുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്, ചിലര് ചെയ്താൽ ചർച്ചയാകും, ചിലര് ചെയ്താൽ അത് വലിയ വാർത്താ ലൈവാകും. പിന്നീട് പകലന്തിയോളം ചർച്ച ചെയ്ത് ഇരുട്ടുമുറിയിൽ കൊണ്ടുവന്ന് അതിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് മേനോന്മാരായതുകൊണ്ട് നമ്മൾക്ക് ഈ തരത്തിലുള്ള ചെറിയൊരു വാർത്ത കൊടുത്ത് വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം വരുത്തുന്ന നെറികെട്ട രീതിയാണ് അവലംബിച്ചതെന്ന് പറയേണ്ടി വരികയാണ്. ഇതാണോ മാധ്യമധർമ്മമെന്ന് കേരളത്തിലെ ഓരോ വ്യക്തികളും ഉറക്കെ ചോദിക്കേണ്ട സന്ദർഭം കൂടിയാണത്.